ബാധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അതിൽ സർക്കാർ നടപടിയെടുത്തേ മതിയാകും. അരുൺ, ദയവായി തുടരുക. എനിക്കൊന്ന് കൊച്ചിയിലേക്ക് പോകണം. അവിടെ ഡാനി പോലുണ്ട്. ഡാനി, ഇതുവരെ ഇന്നലെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ അമ്മ സംഘടന അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്ന് പഠിക്കണം, പഠിച്ചിട്ട് മറുപടി പറയാമെന്നാണ്. പഠിച്ചു കഴിഞ്ഞോ താരസംഘടന, അമ്മ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന പഠിച്ചു കഴിഞ്ഞോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പോഴും മൗനത്തിൽ തന്നെയാണോ സംഘടന? ഭവ്യ, അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇന്നലെ നമുക്കറിയാം താരസംഘടനയുടെ ഭാരവാഹികളുടെ പ്രതികരണം ഏത് രീതിയിലുള്ളതായിരുന്നുവെന്ന്. അവർ നേരത്തെ ഇത് കോടതിയിലിരിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. പിന്നീട് അവർ കക്ഷിയല്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവരത് പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇപ്പോഴും ഈ സമയത്തും നമ്മൾ അവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അനുകൂലമല്ല മറുപടി. പലരെയും വിളിക്കുമ്പോൾ പോലും അവർ ഫോൺ ഇതിൽ കാര്യമാത്രമായി സംസാരിക്കുന്നില്ല. പലർക്കും വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല, തങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള മറുപടികൾ പലരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില യുവതാരങ്ങളുടെ പ്രതികരണങ്ങൾ മാത്രമാണ് ആശാവഹമായിട്ട് തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെയും ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ ആ രീതിയിൽ മാത്രം വിധേയപ്പെടുക എന്നത് മാത്രമാണ് ഏക പോംവഴി എന്ന രീതിയിലേക്ക് പലരുടെയും പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ സ്വഭാവം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. നേരത്തെ അരുൺ പറഞ്ഞൊരു സുപ്രധാനമായ ഒരു കാര്യം, പ്രതിപക്ഷത്തിൻ്റെ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ്. ഇന്നലെ തന്നെയും അത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെയുണ്ട് അത്തരം കാര്യങ്ങൾ. കാരണം ഇത് എന്ത് ചെയ്യുകയായിരുന്നു സർക്കാർ? ഇത്ര സുപ്രധാനമായ രേഖകളുണ്ടായിരുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു എന്ന ഉത്തമമായി ബോധ്യം വന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി പുറത്തുവിടാതിരുന്നത്. അതിൽ സർക്കാരിന് എന്ത് താല്പര്യമാണ് സർക്കാരിനുള്ളത്? ആര് സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം തന്നെ ഒന്നടങ്കം ചോദിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്ത്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സിനിമാ രംഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അത്ര കണ്ട ആശാവഹമല്ല. പലരും തന്നെയും പ്രതികരിക്കാൻ മടിക്കുന്നു എന്നത് തന്നെയാണ് ഈ സമയത്തിൽ ഉള്ളത്. ആരും തന്നെ കാര്യമായ രീതിയിലേക്കുള്ളൊരു പ്രതികരണങ്ങളടക്കം പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയിപ്പോൾ സിനിമാ രംഗത്തു നിന്ന് ഉള്ളവർ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ആരെങ്കിലും വരുമോ എന്നതുപോലും വളരെ സംശയകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ശ്രമിക്കുന്നത് ആരെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നൊരു അന്വേഷണം മാത്രമാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ഭവ്യ, തീർച്ചയായും അതാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഈ നിമിഷം വരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മൗനത്തിലാണ് താരസംഘടന അമ്മ എന്ന് പറയേണ്ടി വരും. ഇന്നലെയുള്ള പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ്. സിദ്ദിഖ് അടക്കം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുപാട് പേജുകളുണ്ട്, ഞങ്ങൾക്ക് ആ പേജുകൾ പഠിച്ചതിന് ശേഷം മാത്രമേ മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്നത് അമ്മയുടെ ഒരു ഷോ നടക്കുന്നുണ്ട്, ആ ഷോയ്ക്കാണ് പ്രാധാന്യം എന്നടക്കം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത്രമാത്രം ക്രിമിനൽ കുറ്റം നടന്ന ഒരു സംഭവങ്ങൾ എണ്ണി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന സാഹചര്യത്തിൽ പോലും പറയുകയാണ് ഇപ്പോൾ ഒരു ഷോ നടക്കുകയാണ്, ആ ഷോയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതിന് ശേഷം ഞങ്ങൾ മറുപടി പറയാമെന്ന്. എപ്പോഴെങ്കിലും പഠിച്ചിട്ട് ഒരു മറുപടി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബേബി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് നടന്നത് ക്രിമിനൽ കുറ്റമാണ്, അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ് എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. ക്രിമിനൽ കുറ്റം അതെവിടെ നടന്നാലും കേസെടുക്കാൻ കഴിയില്ലേ എന്നത് ഒരു സാധാരണക്കാരൻ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഇതാ ഈ ക്രിമിനൽ കുറ്റത്തിന് ഒരുപക്ഷെ കേസെടുക്കണമെങ്കിൽ അതിന് ആധാരമായ മൊഴികളുണ്ട്, ആധാരമായ വീഡിയോ ഓഡിയോ തെളിവുകളുണ്ട് കമ്മിറ്റിയുടെ പക്ഷം. പക്ഷേ എന്നിട്ടും പോലീസ് പറയുന്നു ആശയക്കുഴപ്പമുണ്ട്, പോലീസിന് കേസെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അരുൺ അത്? തീർച്ചയായും ഈ കേസെടുക്കണമെങ്കിൽ അത് ആർക്കെതിരെ എടുക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവിൽ ഈ റിപ്പോർട്ട് പറയുന്നൊരു കാര്യത്തിൽ ഈ സിനിമാ മേഖലയിലെ എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരല്ല. അവിടെ വളരെ മാന്യമായി സഹപ്രവർത്തകർ ഇടപെടുന്ന, വളരെ മാന്യമായ തൊഴിലന്തരീക്ഷം നൽകുന്ന ആളുകളുമുണ്ട്. അതിൽ സംവിധായകരുണ്ട്, നടന്മാരുണ്ട്, ക്യാമറാമാൻമാരുണ്ട്, പ്രൊഡ്യൂസർമാരുണ്ട്. അങ്ങനെ വളരെ മാന്യമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ അവസരമൊരുക്കുന്ന, അവരോട് മര്യാദയ്ക്ക് പെരുമാറുന്ന ആളുകളും ഉണ്ട്. അവരാരൊക്കെ എന്ന് എണ്ണി തിട്ടപ്പെടുത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അവരാരൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ സ്വാഭാവികമായും
ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും സംശയനിഴലിൽ കൊണ്ടുവരുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. റിപ്പോർട്ടിൽ ആരുടെയും പേര് ഇത്തരത്തിൽ പരാമർശിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ സിനിമാ മേഖലയെ ഒന്നാകെ സംശയനിഴൽ നിർത്തുന്ന, പ്രതിക്കൂട്ട് നിർത്തുന്ന റിപ്പോർട്ടായത് മാറുമെന്ന് ഉറപ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ എന്തുകൊണ്ട് ഇത് നടപടിയെടുക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യമാണ്. ഒരു കുറ്റം, ക്രിമിനൽ കുറ്റം, അത് പോക്സോ കേസ് അടക്കം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ നിരവധി ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട്, ലൈംഗിക പീഡന ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന വിഷയമാണ്. ഇങ്ങനെ ഒരു ജുഡീഷ്യൽ തലപ്പത്തിരുന്ന ഒരു വ്യക്തി അവർ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവർ സമർപ്പിച്ച റിപ്പോർട്ടാണ്. കൃത്യമായി എന്താണ് ഇതിലെ നിയമപ്രശ്നങ്ങളെന്ന്, അല്ലെങ്കിൽ എന്താണ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഹേമ കമ്മീഷന് മുൻ ജസ്റ്റിസ് ഹേമയ്ക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അത് അതിൻ്റെതായ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ പോലും വളരെ ഗൗരവമുള്ള റിപ്പോർട്ട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നടപടിയെടുക്കാൻ പോലീസ് മാധ്യമ വാർത്തകളിലൂടെയൊക്കെ ഇത്തരത്തിൽ എത്രയോ കേസുകളിൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് മാധ്യമ വാർത്തകൾ മാത്രമല്ല, മാധ്യമ വാർത്തകൾക്ക് അടിസ്ഥാനമായി കൃത്യമായ ഒരു റിപ്പോർട്ടുണ്ട്, ഒരു മുൻ ജഡ്ജ് അന്വേഷിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി സ്വമേധയാ നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നതാണ്. എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല ചോദ്യത്തിന് സർക്കാരിന്റെ ഒരു അനുമതി സ്വാഭാവികമായും പോലീസ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. നിയമപരമായ മറ്റ് നൂലാമാലകൾക്കപ്പുറം ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ നയപരമായ തീരുമാനം സർക്കാർ എടുത്തു നൽകണം. നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ സർക്കാരിൽ നിന്നൊരു അനുമതി പോലീസ് തേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിലപാട്, അദ്ദേഹത്തിന്റെ ഒരു യെസ് ആണ് ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരമൊരു യെസ് ആണ് പിണറായി വിജയനിൽ നിന്ന് കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പോലീസും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അനുമതിക്കാണ്. ആ അനുമതി നൽകാൻ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പും മന്ത്രിയുമൊക്കെ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇവിടെ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട്, ക്രൈം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതിന് ഉപോത്ബലകമായ, അതിന് ബലം നൽകുന്ന തെളിവുകൾ, മൊഴികൾ ഒക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി 2019 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവശം ജസ്റ്റിസ് ഹേമയും ശാരദയും ഉൾപ്പെടെയുള്ളവർ ശാരദയും ഉൾപ്പെടെ സമർപ്പിച്ച ആ റിപ്പോർട്ടിലുണ്ട്. ഇനി അതിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാർ കാട്ടേണ്ടത്. ഈ 4 വർഷം വൈകിച്ചു എന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ വലിയ വീഴ്ച തന്നെയാണ്. ഇനിയെങ്കിലും അത് തിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ സർക്കാരിന് മേൽ ഉയർന്നു കഴിഞ്ഞു. WCC ആ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നടപടിയെടുക്കണമെന്ന ആവശ്യം അവർ ശക്തമായി മുന്നോട്ട് വച്ചു കഴിഞ്ഞു. ഇടത് അനുഭാവിയെ എപ്പോഴും CPM അനുകൂല നിലപാടെടുക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂല നിലപാട് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, അതിനുപേര് നിരവധി വിമർശനം ഏറ്റുവാങ്ങുന്ന ആഷിഖ് കപൂറിനെ പോലെയുള്ള യുവ സംവിധായകർ, അവർ സർക്കാരിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും സർക്കാർ നടപടിയെടുക്കാതെ കാത്തിരിക്കുമോ, ഇനിയും അങ്ങനെ ഇരിക്കുമോ എന്നാണ് അറിയേണ്ടത്. സിനിമാ കോൺക്ലേവിലൂടെയൊക്കെ പ്രശ്നം പരിഹരിക്കാമെന്ന മിഥ്യാധാരണയാണോ സർക്കാരിനുള്ളതെന്നൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയും. വലിയ സമ്മർദ്ദത്തിലാണ് സർക്കാർ എന്നത് വസ്തുതയാണ്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എത്ര തീവ്രമായി അവർ വിഷയം ഏറ്റെടുക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സർക്കാർ ഇപ്പോൾ ഇതുവരെയുള്ള നിലപാട് മാറ്റി ഇതിലൊരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഭവ്യ, തീർച്ചയായും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വിവി അരുൺ പങ്കുവച്ചത്. തന്നെയാണ് സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത്ര നാളും 4.5 വർഷത്തോളം പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പോക്സോ കേസ് അടക്കം ഉൾപ്പെടുന്ന ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉടനടി നടപടി സ്വീകരിച്ചേ മതിയാകൂ. അത് ഒരു സാധാരണക്കാരന്റെ പോലും ആവശ്യമാണ്. അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് സർക്കാർ കടന്നേ മതിയാകൂ. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവിലൊന്നും ഇത് അവസാനിക്കുകയില്ല. അത്തരത്തിലൊരു കോൺക്ലേവ് നടത്തി അത്തരത്തിലുള്ള വീണ്ടും ആവർത്തിക്കുന്നു, ചില ക്രിമിനലുകൾക്ക് വേണ്ടി ഒരു കോൺക്ലേവ് നടത്തിയുള്ള അത്തരത്തിൽ അത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള മിഥ്യാധാരണ സർക്കാരിനുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേ മതിയാകൂ. പ്രതിപക്ഷം പറയുന്നത് പോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച പരിഹരിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരക്കാർക്കെതിരെ ആരാണോ കുറ്റക്കാർ, ആരാണോ സിനിമാ മേഖല അടക്കി വാഴുന്ന ആ ഉന്നതർ, അവർക്കെതിരെ കേസെടുത്തേ മതിയാകൂ. കൃത്യമായ നിയമ നടപടിയിലേക്ക് സർക്കാർ ഉടൻ തന്നെ കടക്കണമെന്നാണ് പറയാനുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നിരിക്കെ പല വമ്പന്മാരും ആശ്വാസത്തിലാണ്. എന്നാൽ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നു. വൻ നിയമ പോരാട്ടത്തിനിടയാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഐസ് മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നേക്കുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ മൂടിവെക്കാനായേക്കില്ല. വൻ നിയമപോരാട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം വാതിൽ തുറക്കുന്നത്.
ഭീഷണിപ്പെടുത്തിയും അവസരങ്ങൾ നിഷേധിച്ചുമാണ് ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടുള്ളത്. ഇത്തരം വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തികളും രംഗത്ത് എത്തിയേക്കും. തങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ ചലച്ചിത്ര നടികളും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറം റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്നതും ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വയമേധയാണെങ്കിൽ പോലും പോലീസിന് കേസെടുക്കാം. നേരത്തെയുള്ള സുപ്രീംകോടതി ഉത്തരവ് ഇതിന് പിൻബലമാകും. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇതിനകം DGPക്ക് പരാതി നൽകിക്കഴിഞ്ഞു. സർക്കാർ നടപടികൾ ദുർബലമായാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പ്. ചില അറസ്റ്റുകളിലേക്കെങ്കിലും കാര്യങ്ങൾ നീങ്ങിയാൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിക്കും. വമ്പന്മാരെ പൂട്ടാൻ സർക്കാർ തയ്യാറാകുമോ? അതല്ല സിനിമാ മേഖലയിൽ തുടർന്നുള്ള പരിഷ്കരണത്തിന് ചില നടപടികൾ സ്വീകരിച്ച് കാര്യങ്ങൾ അതിലൊതുക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ ഇപ്പോൾ മറച്ചുവെച്ചിരിക്കുന്ന പേരുകൾ പുറം ലോകത്തെത്തും എന്നത് ഉറപ്പാണ്. എന്തായാലും ക്ലൈമാക്സ് എന്തെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നന്ദി പറഞ്ഞ WCC. സിനിമാ മേഖലയിൽ മാന്യമായൊരു പ്രൊഫഷണൽ ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നീതിക്കു വേണ്ടിയുള്ള നീണ്ട പോരാട്ടമായിരുന്നു. ജസ്റ്റിസ് ഹേമ, ശാരദ, ഡോക്ടർ വത്സലകുമാരി എന്നിവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചെലവഴിച്ച മണിക്കൂറുകൾക്ക് നന്ദി. ശുപാർശകൾ പഠിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, കേൾക്കണമെന്നും WCC. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമെന്ന് നടി സജിത മഠത്തിൽ. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുകയാണെങ്കിൽ സന്തോഷം. ഒന്നും നടക്കാത്ത ഇടത്തുനിന്നാണ് ഇതുവരെ എത്തിച്ചതെന്നും സജിത മഠത്തിൽ. ഈ പ്രശ്നങ്ങൾ ഉണ്ട്, ഇൻഡസ്ട്രിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേജ് ഡിസ്പാരിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയിൽ തൊഴിലിടത്തെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഒരു പണി നടന്നു. ഇപ്പൊ ഗവൺമെന്റ് രേഖകളിലുണ്ട്. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് ഞങ്ങൾ നോക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റിനെ എങ്ങനെ പ്രഷറൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, അതേപോലെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളേ അല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളല്ല. പക്ഷെ ഇനിയുള്ള സ്ത്രീകൾക്ക്, ഇപ്പൊ ഞങ്ങളിത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിന് നന്നായി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേരുടെ, ഇപ്പൊ നിങ്ങൾക്ക് പാർവതിയെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ റീമ കല്ലിങ്ങലിനെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ 4-5 പേരെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. അങ്ങനെ അല്ലാതെ ഈ WCCയുടെ ഭാഗമായി നിന്ന ചെറിയ രീതിയിൽ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തെന്ന് ഞങ്ങളെപ്പോലുള്ള കുറെ പേരുടെ ജീവിതത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞെങ്കിൽ പൊതുവേദിയിൽ വന്ന് ഇത് ഞങ്ങളുടെ പ്രസൻസ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ കിട്ടാതിരിക്കാനുള്ള റീസണായി മാറുക ചെയ്യുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. എത്രയോ പേരുടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള സാധ്യത അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഇതിൽ എന്ത് രീതിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് WCC സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെയാണ് ഇത് വന്നത്. ഞങ്ങൾ എല്ലാവരും അത് വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇനി അതിൽ ഒരു അപേക്ഷ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അത് ഞങ്ങൾ ഇനി പഠിച്ചിട്ട് പറയേണ്ട കാര്യം. കാരണം ഇത്രയും കാലം നമുക്ക് എന്താ പറയാ ഇതിൽ ഇന്നതായിരിക്കും എന്നൊക്കെ ആന്റിസിപ്പേഷൻസ് ആണ്. ഇപ്പൊ അങ്ങനെയല്ല, സോളിഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ രേഖകൾ ഇരിക്കുവാണ്. അപ്പൊ അത് പഠിക്കാതെ നമുക്ക് അതിലൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടല്ലേ നമ്മളതിനെ കാണേണ്ടത്. നടപടി ഉണ്ടാവുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഇനിയിപ്പോ നടപടി ഉണ്ടായില്ല, അതൊരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായി ഇനിയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്കാണ് എത്തുന്നെങ്കിൽ അതും നമുക്ക് വലിയ കാര്യമാണ്. കാരണം ഒന്നും നടക്കാത്ത ഒരിടത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു വിധത്തിൽ ഇപ്പോ നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒരാൾ എന്നെ മോശമായി എൻ്റെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുന്ന പിന്നീട് ആ സ്ത്രീക്ക്
ജോലിയില്ല ഇൻഡസ്ട്രിയില്. അപ്പം അങ്ങനെയുള്ള ഒരിടത്തുനിന്ന് വരുന്ന യാതൊരു തൊഴിൽ സുരക്ഷയും ഇല്ലാതെ പണിയെടുക്കുന്ന കുറേ സ്ത്രീകളുള്ള ഒരിടത്തുനിന്ന് വരുമ്പം നമുക്ക് വനിതാ കമ്മീഷൻ വഴി അതിന് കേസെടുക്കണമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അല്ല, തിരിച്ച് ഗവൺമെന്റ് ഇതെല്ലാം മനസ്സിലാക്കി ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമാക്കുമോ, റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചാൽ അത് നടപ്പിലാക്കുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ.